ഹായ്. അപ്പം ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നേ വരെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ വെച്ചിട്ട് ഏറ്റവും സന്തോഷകരമായിട്ട് അൺബോക്സ് ചെയ്തൊരു മനോഹരമായിട്ടുള്ളൊരു അൺബോക്സിങ് വീഡിയോ ആണത്. വേറെ ഒന്നുമല്ല, എൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസിൻ്റെ അൺബോക്സിങ് ആണ്, അഥവാ COC. അപ്പോൾ ഞാൻ വെറും ഒരു അൺബോക്സിങ് വീഡിയോ അല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺബോക്സിങ്ങിലുപരി ഞാൻ ഇപ്പോൾ ഈ COC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയലുണ്ടാവില്ല എന്താണ് ഈ COC. കാരണം ഈ മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞ ഫീൽഡ് പോപ്പുലറായി വരുന്നേ ഉള്ളൂ. സ്റ്റിൽ MBBS എഞ്ചിനീയറിംഗ് ഒന്നും പോകില്ല, അങ്ങനെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഫീൽഡല്ല. അപ്പം എന്താണ് COC എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ COC കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തത്, ഇതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്കും സാക്രിഫൈസസും എന്തൊക്കെ കടന്നു വന്നിട്ടാണ് ഈ ഒരു മൊമെൻറ്റിൽ എത്തിയത്, അതൊക്കെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യണതായിരിക്കും. എന്തായാലും ഇപ്പം ഈ ഫീൽഡ് എടുത്തവർക്കും ഇനി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കണം. ഇനി അല്ലാത്തവർക്കും ഞാൻ ഈ അൺബോക്സിങ്ങിന് ശേഷമായിരിക്കും അതൊക്കെ പറയാം. അപ്പം അതൊക്കെ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അത് കാണുകയും ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ ലാഗാക്കണില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് മുംബൈ, അവിടെ നിന്നാണ് സ്പീഡ് പോസ്റ്റ് വിയ എനിക്ക് ഈ സാധനം വന്നത്. ഞാൻ എക്സാമൊക്കെ April 8-നാണ് എൻ്റെ എല്ലാ എക്സാമും കംപ്ലീറ്റ് ആയത്. എന്നിട്ട് COC എൻ്റെ കയ്യിൽ കിട്ടിയത് May 13-ന്. അന്നാണ് COC എൻ്റെ കയ്യിൽ കിട്ടിയത്. അന്നാണ് ഇപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ എടുക്കുന്നത്. ഇത് വോയിസ് ഓവറാണ്, ലൈവ് ഓഡിയോ അല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. ഇത് ഇത്ര സൂക്ഷ്മമായിട്ട് ഇങ്ങനെ പൊളിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ഈ ഒരു എൻവലപ്പിൻ്റെ സൈസിലുള്ളത്. അപ്പോൾ ജസ്റ്റ് കത്രികയായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് മുറിയും. അതാണത് ഭയങ്കര ഇങ്ങനെ കെയർഫുള്ളായിട്ട് തുറക്കണം. അങ്ങനെ എൻവലപ്പ് നമ്മൾ തുറന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേറെ ഒന്നുമല്ല, എൻ്റെ മാർക്ക് ഷീറ്റാണ്. കാണാൻ നമ്മൾ +1 +2ൻ്റെ മാർക്ക് ഷീറ്റ് പോലെ ഉണ്ട്. അതിൽ ഞാനിത് കോമ്പറ്റൻസി എക്സാം അവസാനത്തെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കോമ്പറ്റൻസി എക്സാമിൻ്റെ മാർക്കാണത്. ഇത് പിന്നെ ഒരു റെസീപ്റ്റ്, അതിൻ്റെ കാര്യമായിട്ടൊന്നുമില്ല, എന്തൊക്കെയോ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും, ഒരു റെസീപ്റ്റ്, വേറെ ഒന്നുമില്ല. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള സംഭവം COC. അതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഒരു കവറിൽ ഇട്ടിട്ടാണ് അതിൽ ഉള്ളത്. അതിനുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്, പിന്നെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹിന്ദിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് പൊളിക്കാൻ പോവാണ്. ഇത് പൊളിക്കുന്ന ഈ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ വോയിസ് ഓവർ ഒഴിവാക്കിയിട്ട് അപ്പം തന്നെ ഒരു റിയൽ ഓഡിയോയിലാണ് ഞാൻ ആ ഒരു ഭാഗം മാത്രം ഇടാൻ പോണത്. വേറെ ഒന്നുമല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി കാണാണ്ടായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി കാണില്ലേ ഇതൊക്കെ. അപ്പോൾ അത് ഒറിജിനൽ ഓഡിയനതിൻ്റെ കുറേ പേർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, പക്ഷേ അത്രയ്ക്ക് മോഹിച്ച് കിട്ടിയ സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സാധനം കൈ കിട്ടി. അതിൻ്റെ പേജ്, ഫോട്ടോ, സ്റ്റാമ്പൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അളിയാ, വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി സാധനം നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് COC. ഇത് കൈ കിട്ടിയ പാടെ എല്ലാവരും ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ 2 സൈനുണ്ട് ഒഫീഷ്യൽസിൻ്റെ. ആ സൈനുണ്ടോ, പിന്നെ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നമ്മുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. ഇനി
എന്താണ് ഈ COC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? COCൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി. അതായത് ഒരു ലൈസൻസാണത് ഷിപ്പ് നാവിഗേറ്റ് ചെയ്യാനുള്ള. ഇപ്പോൾ നമുക്കിപ്പോൾ കാറ് റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ലൈസൻസ് വേണം. അതേപോലെ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ ആ ഒരു ലൈസൻസാണ് ഈ COC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ കാറിൻ്റെ ലൈസൻസ് നമുക്ക് H ഇട്ടാൽ കിട്ടും. പക്ഷെ ഷിപ്പിൻ്റെ ലൈസൻസ് അങ്ങനെയല്ല. H-ഉം K-യും ഇട്ട് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ലൈസൻസ് കിട്ടില്ല. അതിനൊരു മിനിമം ഒരു 5 കൊല്ലം വേണം. അത് മിനിമമാണ്. അത് 6, 7, 8 കൊല്ലമൊക്കെ ആവാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ നമ്മളെങ്ങനെ പുഷ് ചെയ്യണം അതിനനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ ഇതിന് കുറേ ഘട്ടങ്ങളുണ്ട് ഈ സാധനം ഈ ലൈസൻസ് എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീ-സീ ട്രെയിനിങ് എന്ന് പറയും. അതായത് കടലിൽ പോണതിൻ്റെ മുന്നുള്ള ട്രെയിനിങ്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇപ്പോൾ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ടെക് സൈഡ്, എൻജിൻ സൈഡ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ യാത്ര, അതായത് ഞാൻ സഞ്ചരിച്ച വഴികൾ മാത്രമേ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ പ്രീ-സീ ട്രെയിനിങ് ഞാൻ ചെയ്തത് അമറ്റിൽ വെച്ചായിരുന്നു. അമറ്റത്തെ ഒരു 3 കൊല്ലത്തെ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു ഡിഗ്രിയാണ് ഞാൻ എടുത്തത്. ഈ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആർട്സ് കോളേജ് ലൈഫൊന്നുമില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷായിട്ടുള്ള ലൈഫാണ്. കാരണം നമ്മുടെ പ്രീ-സീ ട്രെയിനിങ് ആണ്. അതായത് കടലിൽ പോണതിന് മുന്നേയുള്ള ട്രെയിനിങ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ ട്രെയിനിങ്. അപ്പോൾ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും അക്കാഡമിക്കലി ആയാലും എല്ലാം കൊണ്ടും നമ്മളൊരു ഫിറ്റ് ഫോർ സീ എന്നുള്ള ആ ഒരു രൂപത്തിലാക്കിയെടുക്കാൻ ഉള്ള തരത്തിലുള്ള ട്രെയിനിങ് ആണ് അവിടെ. അപ്പോൾ നമ്മളവിടെ ഫിസിക്കലി, മെൻ്റലി, അക്കാഡമിക്കലി ചാലഞ്ചറാണ്. അപ്പോൾ വെറും ഒരു പഠിത്തം മാത്രമല്ല അവിടെ, അതിന് പുറമെ ഫിസിക്കലിയും നമ്മൾ നല്ല രീതിക്ക് ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് ആ ഒരു 3 കൊല്ലത്തിൽ. രാവിലെ പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോഴാണ് നമ്മൾ ഫ്രീ ആവല്. അതിൽ ക്ലാസ് എന്ന് പറയാൻ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 4 മണി വരെ ക്ലാസ്സുള്ളൂ. ബാക്കി ടൈമിൽ പരേഡ്, സ്വിമ്മിങ്, മാസ്റ്റർ, PT, ഇത് പരേഡ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻഗേജഡാണ് അവിടെ. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നീന്തലൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ നീന്തൽ വെറുത്തുപോയി. കാരണം രാവിലെ 5:30-ക്കൊക്കെ സ്വിമ്മിംഗ് പൂളിൽ എത്തണം. കറക്റ്റ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആബ്സെൻറ്റ്, ആ പീരീഡ് ആബ്സെൻറ്റ് മാർക്ക് ചെയ്യൂ. ആബ്സെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മളെ മാർക്കിനെ ബാധിക്കുക. അങ്ങനെ നീന്തേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ ഇതിനവിടെ. കാരണം അത്രയ്ക്ക് നീന്തലിനോടൊക്കെ അത്രയ്ക്ക് ഇഷ്ടം എനിക്ക്. അവിടെ എത്തിയിട്ട് 5:30-ക്ക് എണീച്ചിട്ട് അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ആ തൊപ്പി ഇട്ടിട്ട് ചാടി ആ അറ്റൻഡൻസ് ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയ സീനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അതിനവിടെ. പിന്നെ PT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് 4:30-ക്കൊക്കെ ഓരോ ഇയറിലും ഓരോ ടൈമിങ് ചെയ്യുന്നു. ടൈമിംഗ് ഒന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ പോവുക, പുഷപ്പ്, ഓടുക, ചാടവ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സ് അതൊക്കെ ചെയ്യിപ്പിക്കുക. സീനിയേഴ്സ് പറയുന്നത് ആ ഒരു ഡേ എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഇതൊക്കെ കൂടി ചെയ്തിട്ട് ക്ലാസ്സിലിരുന്ന് ഉറക്കം വരും ടയേർഡായിട്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യില്ല. മൊത്തത്തിൽ ആകെ മൊത്തം ഈ BSc നോട്ടിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് 6 സെമസ്റ്റർ പഠിച്ച് എഴുതിയെടുക്കാണ്ട് എക്സാം, അതും ഒരു പേപ്പറിൽ സപ്ലി അല്ലെങ്കിൽ അരിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനീൻ്റെ പ്ലേസ്മെൻറ്റ്സിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ തോക്കാണ്ട ഈ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ പഠിച്ചിട്ട് 6 സെമസ്റ്റർ പാസ്സാവാൻ തന്നെ ഉണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ട്. അങ്ങനെ 6 സെമസ്റ്റർ, അതും അരിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനി വരും. കമ്പനീൻ്റെ പ്ലേസ്മെൻറ്റ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതേമാതിരി ചിലപ്പം ഈ എന്താ പറയുക, അഥവാ അരിയർ ഹിസ്റ്ററി ഉണ്ടായാലും മതി. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിലൊരു അരിയർ ഉണ്ടായി, അപ്പോൾ 6ാമത്തെ സെമസ്റ്ററിൽ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്രക്കൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ കോളേജിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പേടിയോട് കൂടിയിട്ടൊക്കെ നമ്മളവിടെ. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പഠിക്കണോ, അരിയർ വരാൻ പാടില്ല, അങ്ങനെ കുറേ ചലഞ്ചസ് ഉണ്ടായി നമ്മളെ മുന്നിൽ. അപ്പോൾ അതൊക്കെ അങ്ങനെ 6 സെമസ്റ്റർ അരിയറൊന്നും ഇല്ലാണ്ട് മാഷാ അല്ലാഹ് ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ 3ാമത്തെ സെമസ്റ്ററിലാണ് മേഴ്സ്ക്ക് വന്നത്. 3ാമത്തെ സെമസ്റ്ററിൽ മേഴ്സ്ക്ക് വന്ന് എനിക്ക് അരിയർ ഹിസ്റ്ററി ഇല്ലേനും. അങ്ങനെ മേഴ്സ്ക്കിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഞാനുണ്ടായിരുന്നു.
അങ്ങനെ മേഴ്സ്കിൻ്റെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ്, പിന്നെ അതായത് അവരെ പേഴ്സണൽ ഇൻ്റർവ്യൂ, അങ്ങനെ കുറച്ച് എക്സാമിനേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എന്നെ സെലക്ട് ചെയ്ത്, ഐ മീൻ ഈ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്ത കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. അന്നാണ് ഞാനൊരു വെളിച്ചം കണ്ടു തുടങ്ങിയത്. കാരണം അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പേടിയായിരുന്നു. കാരണം നല്ലൊരു എമൗണ്ട് വേണം ഈ കോഴ്സ് പഠിച്ചിട്ട് ഇങ്ങനെ ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പ്ലേസ്ഡ് ആവണമെന്ന് മാത്രമുള്ളൂ ഇനി മനസ്സിൽ അവിടെ പഠിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഒരു കമ്പനി വന്ന്, പക്ഷേ എൻ്റെ ഏജിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ 99 സോ എൻ്റെ ബാച്ച് എന്ന് പറഞ്ഞാൽ 2000 ബാച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് എനിക്ക് അതിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ മേഴ്സ്ക് വന്ന് ഇരുന്ന ഫസ്റ്റ് കമ്പനി തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റും കിട്ടി. മാഷാ അല്ലാ, അത് ഭയങ്കര റാത്തായി, ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അത് സെറ്റായി. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 6 സെമസ്റ്റർ പാസ്സായി ഇങ്ങനെ പോവുക, കോളേജിൽ നിന്ന് ഇറങ്ങാം. 6 സെമസ്റ്ററും ഫെയിലാവേണ്ട, അരിയറൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് പാസ്സായി കോളേജിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് പ്രീസി ട്രെയിനിങ് കഴിഞ്ഞ്. അടുത്തത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അതായത് ഓൺ ബോർഡുള്ള ട്രെയിനിങ്. 12 മാസത്തെ സെയിലിംഗ് എക്സ്പീരിയൻസ് വേണം ഒരു കേഡറ്റായിട്ട്. കേഡറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS ഒക്കെ ഈ 4 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് 1 കൊല്ലം ഔട്ട്സർജൻസ് ചെയ്യില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ്. ഒരു ട്രെയിനി ആയിരിക്കും. അതായത് ഈ തിയറി ആയിട്ട് നമ്മൾ കോളേജിൽ പഠിച്ചൊക്കെ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് ഒന്ന് സെറ്റാക്കാം. നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ടാവും, ഓരോ അണ്ടറിലും ഒക്കെ നിന്നിട്ട് ഓരോ സൂപ്പർവിഷനോട് കൂടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. നമ്മൾ വല്ല ഉടായ്പൊക്കെ ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാലൊന്നും നമ്മളെ തലയിൽ ഒരു പ്രശ്നമില്ല. കാരണം നമ്മളൊന്നിനും റെസ്പോൺസിബിൾ അല്ല. നമ്മളിങ്ങനെ പഠിക്കാൻ വന്ന പോലെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ ഒരു 12 മാസത്തെ സെയിലിംഗ് എക്സ്പീരിയൻസ് വേണം. അപ്പം പ്ലേസ്മെൻറ്റ് തന്ന കമ്പനി നമുക്ക് കാഡറ്റ്ഷിപ്പ് കോൺട്രാക്റ്റ് തരും 12 മാസത്തെ. അങ്ങനെ മേഴ്സ്കിൽ ഞാൻ 12 മാസത്തെ സെയിലിംഗ് കംപ്ലീറ്റ് ചെയ്ത് കാഡറ്റായിട്ട്. പിന്നെ ഈ കാഡറ്റായിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദുരിതമാണ് കാഡറ്റായിട്ടുള്ള ലൈഫ്. അപ്പോൾ അത് ആരും വലിയ സംഭവമാക്കിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ട്രെയിനിയാണ് നമ്മൾ. പിന്നെ നമ്മളൊന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സുപ്പീരിയർ ഓഫീസേഴ്സും ആ രീതിക്കായിരിക്കും നമ്മളോട് പെരുമാറുക. അപ്പം അത് ഒരു ഈസി ലൈഫേ അല്ല, നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫാണ് ഈ 12 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ശരിയാണ്, നമുക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റിയും ജോബും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരുടെ ജോബും നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ജോബൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും സഹായിക്കാനും എല്ലാവരുടെ ജോബും നമുക്ക് തരും. നമ്മളെല്ലാവരും ജോബും ചെയ്യേണ്ടി വരും. നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാഡറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എൻ്റെ പഴയ ക്യാപ്റ്റൻ പറയും കാഡറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീപ്പ് ലേബറാണ്. കാരണം ചീപ്പായിട്ടുള്ള ലേബറാണ്, ചെറിയ ശമ്പളം കൊടുത്താൽ മതി, എല്ലാ പണി എടുപ്പിക്കുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ കാഡറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കര കഷ്ടപ്പാടാണ്. അതിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസ് അനുസരിച്ച് ഉണ്ടാവും നമ്മൾ. കാരണം നമ്മളൊരു ട്രെയിനിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ ട്രെയിനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഷിപ്പിൽ കുറച്ചും കൂടി ഹാർഷായിരിക്കും. ഈ ഫോട്ടോ കണ്ടില്ലേ, ഇത് ഞാനാണ്. ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലാവും എന്താണ് കാഡറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കാഡറ്റ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണി കൊടുക്കേണ്ടി വരും. അത് നമുക്ക് വലിയ ഉപകാരമൊന്നും, നമ്മളെ ഭാവിയിലേക്ക് ആവശ്യമില്ലാത്ത പണിയൊക്കെ ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടി വരും. അതങ്ങനെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ റാങ്കായ 3rd ഓഫീസർ ആവാനുള്ള പ്രിപ്പറേഷനും ചെയ്യേണ്ടി വരും. നമ്മുടെ ആ ഷിപ്പിലുള്ള 3rd ഓഫീസർ അണ്ടറിലും ചീഫ് ഓഫീസർ അണ്ടറിലൊക്കെ നിന്നിട്ട് ബ്രിഡ്ജിലൊക്കെ നിന്നിട്ട് നമ്മൾ പഠിക്കുകയും വേണം. കാരണം നമ്മൾ ഫ്യൂച്ചറായിട്ട് അതും നമുക്ക് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. പോരാത്തതിന് ബാക്കിയുള്ള ജോബും ചെയ്യേണ്ടി വരും. പിന്നെ ഇതൊന്നും പോരാത്തതിന് നമുക്കൊരു ടാർ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ഒരു ട്രെയിനിങ് റെക്കോർഡ് ബുക്ക്. ഒരു 10-300 പേജിൻ്റെ ഒരു വലിയൊരു ബുക്കാണ്. ആ ബുക്ക് കുറേ ടാസ്ക് ഉണ്ട് ആ ബുക്കിൽ. ഈ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഈ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ചീഫ് ഓഫീസർ അടുത്ത് പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ സൈന് വാങ്ങണം എല്ലാത്തിലും. അത് പുള്ളിക്കാരൻ്റെ മൂഡനുസരിച്ചിട്ടും പുള്ളിക്കാരൻ്റെ ഒരു ഇതനുസരിച്ചിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് കുറേ ചീത്ത കേൾക്കണം. അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങി ടാസ്കൊക്കെ ചെയ്ത് അങ്ങനെ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും ഓരോ സൈന് പോകുമ്പോഴും കിള്ള വറയ്ക്കും. മൂപ്പർ കുറേ ചോദ്യം ചോദിക്കും, കുറേ ചീത്ത കേൾക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞ് ഈ സൈൻ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കി ഇത് കാഡറ്റ്ഷിപ്പ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്. അതാണ്ട് കഴിഞ്ഞല്ലോ എന്നുള്ള, അതാണ് ഈ കാഡറ്റ്ഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഓരോ ദിവസവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവണം. ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ വരുമ്പോഴും
നമ്മളെ മൈൻഡിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനും ഓഫീസറായിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് ആ ഒരൊറ്റ ഇതിൻ്റെ പുറത്ത് ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ സ്ട്രോങ് ആയിരിക്കും. പിന്നെ നമ്മളെ പ്രായം ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായമാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ ഭയങ്കര പ്രസരിപ്പ് ഫുൾ സെറ്റായിരിക്കും ഷിപ്പിൽ. പിന്നെ എത്ര കഷ്ടപ്പാട് വരുമ്പോഴും നമ്മളെ മൈൻഡിലുണ്ടാവും വൺ ഡേ, ഒരു ദിവസം ഞാനും ഒരു ഓഫീസറായിട്ട് എന്നുള്ള ആ ഒരു തീ ഉണ്ടാവും മനസ്സിൽ. ആ ഒരു തീ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. ആ ഒരു 12 മാസം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചോ കാഡർഷിപ്പ് കഴിഞ്ഞല്ലോ ഏറെക്കുറെയൊക്കെ ആയി എന്ന് വിചാരിച്ച്. അവിടെ നിന്ന് ഇറങ്ങി നാട്ടിലെത്തിയപ്പോഴാണ് പിന്നെ മുന്നിലുള്ളതാണ് യഥാർത്ഥ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നാണ് ഈ കോമ്പിറ്റൻസി എക്സാംസ്. അതാണ് ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട് ഇതിൽ. അങ്ങനെ 2018 ജൂലൈ 5 തുടങ്ങിയ എൻ്റെ പ്രീസി ട്രെയിനിങ്ങിൽ തുടങ്ങിയ ഈ യാത്ര ഞാൻ എൻ്റെ കാഡർഷിപ്പൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തിയത് 2023 ഏപ്രിൽ 26. അങ്ങനെ നാട്ടിലെത്തി ഞാൻ കുറച്ച് ദിവസം വെക്കേഷനൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ കോമ്പറ്റൻസി എക്സാമിൻ്റെ പിറകെ പോകാൻ തുടങ്ങി.